महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव തൻ്റെ ഇതിഹാസ രചനയ്ക്ക് വ്യാസൻ മാതൃകയായി സ്വീകരിച്ചിരിക്കാവുന്ന മറ്റൊരു ഇതിഹാസമാണ് രാമായണം. ആദികാവ്യം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. എപ്പോൾ വാൽമീകിയുടെ മുമ്പിൽ അങ്ങനെ ഒരു കാവ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആളുകൾ നേരത്തെ കൂട്ടി അംഗീകരിച്ച ഒരു മാതൃകയെ, അംഗീകരിച്ച ഒരു ഗ്രന്ഥത്തെ ഒരു മാതൃകയായി സ്വീകരിക്കാൻ വാൽമീകിക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈജിപ്തിലെ ഗൽഗമേഷ് എന്ന മഹാകാവ്യമുണ്ട്. പിന്നീട് വന്ന കവികൾക്കൊക്കെ അതൊരു മാതൃകയായിരുന്നു. രചനയ്ക്ക്, വർണ്ണനയ്ക്ക്, കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന്, സംഘട്ടനത്തിന്, യുദ്ധരംഗങ്ങളുടെ വർണ്ണനയ്ക്ക്, സംഭാഷണ രചനയ്ക്ക് ഒക്കെ ഈ കാവ്യം മറ്റ് കവികൾക്ക്, ഈജിപ്ഷ്യൻ കവികൾക്ക് മാതൃകയായി ഭവിച്ചിട്ടുണ്ട്. വളരെ പ്രാചീനമായ ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. വാൽമീകിക്ക് അത്തരം മാതൃകകളൊന്നും അദ്ദേഹത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നില്ല. രാമായണ കഥ തന്നെ പലയിടത്തും നാടോടിക്കഥയായി അവതരിപ്പിച്ചിരുന്ന കഥ അദ്ദേഹം തിരഞ്ഞെടുത്ത് ശുദ്ധീകരിച്ച് രചിച്ചതാണെന്ന് വരെ രാമായണ രചനയെ സംബന്ധിച്ച് വാദമുണ്ട്. തെളിവൊന്നുമില്ലതാനും. ഇപ്പോൾ മലേഷ്യയിൽ രാമായണം കഥയുണ്ട്. എന്നിട്ടിപ്പോൾ വാൽമീകി മലേഷ്യയിൽ പോയിട്ട് അവിടെ നിന്ന് ആ കഥയുടെ ചില അംശം കണ്ടെടുത്തു. അല്ലെങ്കിൽ ബാലിയിൽ കുറച്ച് ബാലകാണ്ഡം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ബാലി വരികയെന്ന് പോയിട്ട് അവിടെ രാമായണം എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ നാടൻ പാട്ടായിട്ട് പാടിക്കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അവരുടെ കൂടെ ഒന്ന് പാടി കളിക്കണമെന്ന് തോന്നി വാൽമീകിക്ക്. അപ്പോൾ കമണ്ടലും മറ്റേ വടി ഒക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ അദ്ദേഹം പാടി കളിച്ചു. കൊള്ളാം. അപ്പോൾ കുറേ ഭാഗം, അയോധ്യാകാണ്ഡത്തിലെ കുറേ ഭാഗം ഇവിടെ നിന്ന് സ്വീകരിക്കാം. ഇങ്ങനെ പല നാടുകളിൽ പ്രചരിച്ചിരുന്ന വളരെ പ്രാചീനമായ ഒരു കഥയെടുത്ത് അതിൽ താൻ കൂടി കഥാപാത്രമായി രചിച്ചതാണ് രാമായണം എന്ന വാദം എങ്ങനെയും ഇരിക്കട്ടെ, അങ്ങനെ വാദമുണ്ടായിരുന്നു. വ്യാസനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇപ്പോൾ ആരണ്യകാണ്ഡം എന്നൊരു കാണ്ഡമുണ്ട്. ഈ ആരണ്യകാണ്ഡം കറങ്ങിത്തിരിഞ്ഞ് മറിഞ്ഞു തിരിഞ്ഞ് എന്തായിട്ട് മാറി? വനപർവമായിട്ട് മാറി. അതെ. ഇപ്പോൾ വാൽമീകിയുടെ ആരണ്യകാണ്ഡത്തിൻ്റെ രചനയുടെ ശില്പഭംഗി ഇദ്ദേഹത്തിൻ്റെ വനപർവത്തിൽ നമുക്ക് കാണാം. വളരെ പ്രത്യക്ഷമല്ല എന്നേ ഉള്ളൂ. അത് കഥ രണ്ടും രണ്ട് തരത്തിലായതുകൊണ്ടാണ് നമുക്ക് അത് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത്. എന്നാലും വളരെ ഗംഭീരമായ വനവർണ്ണന, വൃക്ഷങ്ങളുടെയും മറ്റ് സസ്യങ്ങളുടെയും വള്ളികളുടെയും പൂഞ്ചോലകളുടെയും കാട്ടാറുകളുടെയും അതുപോലെ വലിയ നദികളുടെയുമെല്ലാം ജീവിതം നമുക്ക് അതിൽ കാണാം. ഇത് ആരണ്യകാണ്ഡം പോലെ ഒരു കാണ്ഡം ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും എന്ന ബോധ്യത്തിൽ നിന്ന് ഉണ്ടായതാവാം വേണമെങ്കിൽ. ഈ ആരണ്യകാണ്ഡം
മനോഹരമായ ഒരു ഭാഗമാണ് രാമായണം. രാമായണത്തിൽ. ഇപ്പം രാമായണം പോലൊരു കൃതി അദ്ദേഹം വ്യാസൻ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാൻ ഒക്കില്ല. മാത്രമല്ല ഈ ഷോഡശ രാജകീയം ത്തിൽ രാമൻ്റെ കഥ പറയുന്നത് കൂടാതെ തന്നെ രാമൻ്റെ പട്ടാഭിഷേകം വരെയുള്ള കഥ ചുരുക്കി വർണ്ണിക്കുന്നുമുണ്ട്. സർ, കണ്ടെന്ന് മാത്രമല്ല നല്ലവണ്ണം വായിച്ചു കാണും വ്യാസൻ, അല്ലേ, ഈ രാമായണമേ? കാരണം മറ്റൊരു കൃതിയും ഇല്ലല്ലോ. ഇല്ല. അങ്ങനെ അദ്ദേഹം അത് വായിച്ച് ഉപസ്ഥിതി നേടിയതിൻ്റെ, അതിൽ പാണ്ഡിത്യം നേടിയതിൻ്റെ ഫലമായിട്ടുള്ള വർണ്ണനകൾ കാണാം. ആ വർണ്ണനകളിലെ അലങ്കാര പ്രയോഗങ്ങൾ വാൽമീകിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. വാൽമീകിയിൽ നിന്ന് മുനിമാരുടെ പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ രാമായണത്തിൻ്റെ സ്വാധീനം മഹാഭാരതത്തിൽ എപ്രകാരം വന്നു എന്ന് തെളിയിക്കുന്നതാണ്. സർ, വാൽമീകിക്ക് മുമ്പ് ഈ വേദങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? വേദങ്ങളും ഉപനിഷത്തുകളും അല്ല, ബ്രാഹ്മണങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ഗൃഹ്യസൂത്രങ്ങളുണ്ട്, കൃതികൾ ധാരാളമുണ്ട്. ധാരാളം. ഈ കാവ്യം എന്ന നിലയിൽ ഒന്നില്ലായിരുന്നു. ഇല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം, ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ രചിച്ച് ഒരു നായകനെ വാർത്തെടുത്തു കൊടുക്കുക എന്നുള്ളത് അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അതങ്ങനെ ആദ്യം വരുന്നത് രാമനാണ്. പിന്നെ മഹാഭാരതത്തിൽ പ്രാചീനമായ പല കഥകളെക്കുറിച്ചും പറയും എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം പഴയ കഥകൾ എന്നുള്ള നിലയിൽ ചെറിയ കഥകളാക്കി പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. ഈ മഹാഭാരതത്തിൽ തന്നെ പറയുന്ന ധാരാളം ചെറിയ കഥകളും രാമായണത്തിൽ പറയുന്ന ചെറിയ കഥകളുമുണ്ട്. ഇതെല്ലാം പ്രാചീന കഥകൾ എന്നുള്ള നിലയിലാണ് രാമായണത്തിൽ പറയുന്നത്. അല്ലാതെ രാമായണ കാലത്ത് സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പം മഹാഭാരത രചനയുടെ കാലത്ത് സംഭവിച്ച കഥയല്ല നളചരിതം. അല്ല, അത് പ്രാചീനമായ ഒരു കഥ എന്നുള്ള നിലയിലാണ് ആ കഥ മഹാഭാരതത്തിൽ ഉപാഖ്യാനമായിട്ട് സൗമ്യ മഹർഷി യുധിഷ്ഠിരനെ കേൾപ്പിക്കുന്ന കഥയാണ്. അപ്പം കാണ്ഡത്തിൻ്റെ സ്വരൂപം നിശ്ചയിക്കുന്നതിൽ, അതുപോലെ തന്നെ കാണ്ഡത്തിൻ്റെ ആന്തരികമായ അളവ് നിശ്ചയിക്കുന്നതിൽ, വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ, ഈ പദങ്ങളുടെ അസുലഭമായ ലാവണ്യം സൃഷ്ടിക്കാൻ വ്യാസനേക്കാൾ മിടുക്കൻ വാൽമീകി. അതുപോലെ ഭാഷ നല്ല എളുപ്പം മനസ്സിലാകുന്ന ഭാഷയാണ്. വളരെ ചേർന്ന് ഇണങ്ങി കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങളിലെ ഭാഷ. അപ്പോൾ അത്തരം ഒരു ബാഹ്യമായ സൗന്ദര്യം രാമായണത്തിന് കൂടും. ആ ബാഹ്യമായ സൗന്ദര്യം വ്യാസന് ലഭിക്കാത്തത് വ്യാസൻ എഴുതുന്ന കഥയുടെ സംഘർഷാത്മകതയാണ്. ഇപ്പോൾ വ്യാസൻ വാൽമീകിയുടെ കാവ്യഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാവ്യഭാഷയാണ് തൻ്റെ രചനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വാൽമീകി അനുകരിക്കുന്നില്ല കാര്യത്തിൽ. കഥയുടെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ രാമായണത്തിലും ഈ കഥാപാത്രങ്ങൾ കുറഞ്ഞു വരുന്നതാണ്. അങ്ങനെ കുറഞ്ഞു വന്ന് അത് രാമനിലേക്കും ലക്ഷ്മണനിലേക്കും ഒതുങ്ങുന്നു. അവിടെ നിന്നാണ് രാമൻ്റെ സ്വർഗാരോഹണം വരുന്നത്. അപ്പം രാമൻ്റെ സ്വർഗാരോഹണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇദ്ദേഹത്തിൻ്റെ മഹാപ്രസ്ഥാനം എങ്കിൽ തന്നെയും അതിൻ്റെ രചനയുടെ രീതികളുടെ സൗമ്യമായ അനുരണനങ്ങൾ ഇതിൽ കേൾക്കാം.
മഹാഭാരതത്തിൻ്റെ അന്ത്യത്തിലെ മഹാപ്രസ്ഥാനത്തിൽ കേൾക്കാം. രാമൻ അപ്പം അതിനൊരു പ്രത്യേകമായ കാരണം ഉണ്ടാക്കുകയാണ്. മഹർഷിമാർ വന്ന് രാമനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ലക്ഷ്മണൻ ചെന്നു എന്നത് അപരാധമാവുകയും അതുകൊണ്ട് ലക്ഷ്മണൻ നേരത്തെ തന്നെ സ്ഥലം വിടുകയും ചെയ്തു. അതിന് പിന്നാലെ രാമനും പോയി എന്ന തരത്തിലാണ് അവിടെ കഥ അവതരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു കഥാ അവതരണ രീതി വ്യാസൻ ഇവിടെ തൻ്റെ വർണ്ണനയ്ക്ക് സ്വീകരിച്ചിട്ടില്ല. അതിന് പകരമാണ് സഹോദരന്മാരെല്ലാവരും കൂടി. ഇവിടെ രണ്ട് സഹോദരന്മാർ മാത്രമാണ് ഈ സ്വർഗാരോഹണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് വ്യാസനിലേക്ക് വരുമ്പോൾ സഹോദരന്മാരെല്ലാവരും, പിന്നെ പാഞ്ചാലി. അപ്പോൾ അതൊരു വ്യത്യാസമാണ്, വലിയ വ്യത്യാസമാണ്. കഥ അന്ത്യത്തെ സംബന്ധിക്കുന്ന സാദൃശ്യമില്ലാത്ത വ്യത്യാസമാണ് ഈ മഹാഭാരത കഥയുടെ അന്ത്യമായി ഇദ്ദേഹം കണക്കാക്കിയത്. അത് വളരെ വിചിത്രവും അതുപോലെ തന്നെ ശ്രേഷ്ഠവുമായ ഒരന്ത്യവുമാണ്. രാമായണത്തിൽ കൂടെ പോകാൻ ആളില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സീത നേരത്തെ പോയിരിക്കുന്നു. സീത നേരത്തെ പോയി. രണ്ടാമതും സീത ഇത് തൻ്റെ പുത്രന്മാരാണെന്നും വാൽമീകി രചിച്ചതാണ് രാമായണമെന്നും ആ കാവ്യമാണ് ഈ കുട്ടികൾ പാടിക്കേൾപ്പിച്ചതെന്നും ആ കുട്ടികൾക്ക് ലവ കുശന്മാർക്ക് തൻ്റെ സാദൃശ്യം ഉണ്ടെന്നും മനസ്സിലാക്കിയാണ് സീതയെ വരുത്താൻ രാമൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സീത വരികയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴും രാമൻ്റെ വാക്കിൽ ഒരു കാർക്കശ്യം നിന്ന് തുടിക്കുന്നത് അദ്ദേഹം പുറത്തേക്ക് ഒഴുക്കി വിടാതിരുന്നില്ല. അത് സീത രാജ്ഞിയായി അവിടെ അവരൂഢയാകണമെങ്കിൽ അവരപ്പോഴും ജനങ്ങൾക്ക് മുമ്പിൽ ചാരിത്രവതിയാണ് എന്നുള്ളത് തെളിയിക്കണം എന്ന രാമൻ്റെ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് അതിന് തയ്യാറാവാതെ സീത അതിൽ നിസ്സഹകരിച്ച് ഭൂമിയെ വിളിച്ച് ഭൂമിയുടെ പിളർപ്പിലൂടെ പാതാളത്തിലേക്ക് അന്തർധാനം ആയിട്ടാണ് സീതയുടെ വിയോഗത്തെ അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ സീതയും പാഞ്ചാലിയും തമ്മിലുള്ള സ്വഭാവത്തിലോ രൂപത്തിലോ പെരുമാറ്റത്തിലോ സംഭാഷണത്തിലോ ഉള്ള ഒരു സാദൃശ്യവും ഇല്ലാത്ത വിധത്തിൽ യാജ്ഞസേനി പ്രത്യേക ഒരു കഥാപാത്രമായി മഹാഭാരതത്തിൽ നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ വ്യാസന് സീതയെ അനുകരിക്കാവുന്നതാണ്. കാരണം രണ്ട് ഇതിഹാസത്തിലെയും പ്രശ്നങ്ങൾ രണ്ട് തരത്തിലുള്ളവയായതുകൊണ്ട് അങ്ങനെ ഒരു അനുകരണത്തിൻ്റെ സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞതിനാൽ സീത നേരത്തെ ഭൂമിയിൽ നിന്ന് അന്തർധാനം ചെയ്യുകയും ആ അന്തർധാനത്തിന് രാമൻ കാരണമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സീത അന്തർധാനം ചെയ്യുന്നതോടുകൂടി പിന്നെ കാവ്യത്തിൽ സംഭവിക്കേണ്ടത് കഥാനായകൻ്റെ വിയോഗമാണ്. കഥാനായകൻ്റെ വിയോഗം എന്നത് ഒരിക്കലും ഒരു ദുഃഖകരമായ അനുഭവമായി നമ്മുടെ മഹർഷിമാർ കണ്ടിട്ടില്ലാത്തതിനാൽ രാമൻ തനിയെ നദിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ആളുകൾ വിചാരിക്കുന്നത് പോലെ ജലസമാധിയോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ആത്മഹത്യയോ കേവലമായ ദേഹവിയോഗമോ ഒന്നുമല്ല. അദ്ദേഹം ഈ ധൃതരാഷ്ട്രർ തൻ്റെ ആശ്രമത്തിലെ തീ പടർപ്പിച്ച് കത്തിച്ച് അതിൽ സ്വയം ബന്ധുമരിക്കുന്നത് പോലെയുള്ള മരണമോ ആകാതെ അത് രാമൻ്റെ മരണത്തിലേക്കുള്ള സ്വകീയമായ ഒരു മാർഗമായി നിലനിൽക്കുന്നു.
സാറേ, അയോധ്യാവാസികളും കൂടെ രാമൻ്റെ കൂടെ സരയുവിൽ ഇറങ്ങി എന്നാണല്ലോ പറയുന്നത്. ഇറങ്ങി പോവുക. കാരണം പല ദേവന്മാരും അവിടെ അയോധ്യയിൽ വന്ന് വസിച്ചിരുന്നു. ഇപ്പം രാമൻ പോകുന്നതോടുകൂടി അവരെല്ലാവരും പോകും. ഇപ്പോൾ എഴുന്നള്ളത്ത് തീരുന്നതോടുകൂടി കച്ചവടക്കാരെല്ലാം പിന്നെ ഉത്സവം തീർന്ന് കൊടിയിറങ്ങിയാൽ പിന്നെ ആളുകൾ അവിടെ നിൽക്കില്ല. പിന്നെ അവർ അടുത്ത സ്ഥലമാണ് അന്വേഷിച്ച് പോകുന്നത്. അതുപോലെ രാമൻ പോയപ്പോൾ രാമനോട് ഒപ്പം പോയ മറ്റ് ദേവന്മാരുണ്ട്, മറ്റ് വാനരന്മാരുണ്ട്. അവരൊക്കെ രാമൻ അവതരിച്ചപ്പോൾ ഒപ്പം അവതരിച്ചവരാണ്. ഈ വാനരന്മാരും അങ്ങനെ തന്നെയാണ്. അതിൽ പോകാതെ നിൽക്കുന്നയാൾ ഇദ്ദേഹം ഹനുമാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈയൊരു രാമായണവുമായി താരതമ്യപ്പെടുത്താൻ വയ്യാത്ത തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇതിഹാസമാണ് രാമായണമെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകത, സവിശേഷത, ഭേദം വ്യാസൻ അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് സ്വയം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മരണം ഭരിക്കുന്നു എന്ന കാര്യത്തിൽ സമാനതകളുണ്ട് രണ്ടു കൂട്ടർ, അല്ലേ? പാണ്ഡവന്മാരങ്ങനെ ചെയ്യുന്നു, ശ്രീരാമനും അങ്ങനെ എല്ലാം സ്വയം മരണത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വേദപരമായ സിദ്ധാന്തവും അങ്ങനെയാണ്. ജീവിച്ച ജീവിതം മതിയായി എന്നൊരാൾക്ക് തോന്നണം. അതെ, ജീവിതം മതിയായി എന്ന് അങ്ങനെ തോന്നാതിരിക്കാൻ പാടില്ല. അങ്ങനെ തോന്നിയില്ലെങ്കിൽ ആ ജീവിതം ശരിയായ ജീവിതമായിരുന്നില്ല അർത്ഥം. അപ്പോൾ ജീവിതം മതിയായി എന്ന് തോന്നി ആ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരെ മറ്റ് എല്ലാ ഭാരങ്ങളും ഏൽപ്പിച്ചിട്ട് അവർ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അത് നദിയിലേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം, സാഗരത്തിലേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മലയുടെ മുകളിലേക്ക് കയറിപ്പോയി അങ്ങനെ വീണ് മരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനോരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമനുസരിച്ച് മാർഗങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ വേദാന്തപരമായ അർത്ഥം വരുമ്പോൾ പാഞ്ചാലി വിഷയവസ്തുവും പാണ്ഡവന്മാർ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് മാറും. അതാണ് വേദാന്തപരമായ അർത്ഥം. ആ വേദാന്തപരമായ അർത്ഥം കൂടി അപ്പോൾ ഇതിൽ നിന്ന് ചരിത്രവും ചരിത്ര സംഭവങ്ങളും കൊഴിഞ്ഞു പോകും. ഇതിൽ നിന്ന് ഈ യുദ്ധം യാതൊരു അർത്ഥവും ഇല്ലാതിരുന്ന ഒരു അപക്വമായ സംഭവമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതെ, പാഞ്ചാലി തന്നെ നളായണി എന്ന പൂർവ്വജന്മത്തിൽ അതിസുന്ദരനായ ഒരു ഗന്ധർവനെ സേവിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നും നമുക്ക് ബോധ്യപ്പെടും. ആ കഥ ആവർത്തിച്ച് പറയും. അപ്പം ആ ഗന്ധർവനെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു നളായണി എന്ന് പറയുന്ന സ്ത്രീ. അയാൾ കുഷ്ഠരോഗിയും അവയവങ്ങൾ വിരലുകളൊക്കെ മുറിഞ്ഞുപോയ ആളും വ്രണത്തിൽ നിന്ന് ചോരയും ചലവും പ്രവഹിച്ചു കൊണ്ടിരുന്ന ആളും ആയ ഒരു രോഗിയെ ആണ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. നാരായണയുടെ ഭർത്താവ് തന്നെ. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഒരു മോഹം പറയുന്നത്. അവിടെ അടുത്തൊരു നല്ല വേശ്യയുണ്ട്, കാണാൻ കൊള്ളാവുന്നത് എന്ന അർത്ഥത്തിലായിരിക്കും നല്ല വേശ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേശ്യയുടെ അടുത്ത് ഇദ്ദേഹത്തിനെ എത്തിക്കണം, നടക്കാൻ വയ്യ. ഇപ്പോൾ ഒരു കൊട്ടയ്ക്കകത്ത് വെച്ച്, ഇപ്പോഴാണെങ്കിൽ പിന്നെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരു കൊട്ടയ്ക്കകത്ത് വെച്ച് ചുമന്നാണ് ഇവൾ അവിടെ കൊണ്ടുപോയി ഇദ്ദേഹത്തെ എത്തിക്കുന്നത്. അത്ര സമർപ്പണ ബുദ്ധിയോടുകൂടി. ഈ സത്യവാൻ സാവിത്രി കഥ അങ്ങനെ ഒരു കൊട്ടയിൽ ചുമന്നുകൊണ്ട് കുഷ്ഠരോഗി. സത്യവാൻ കുഷ്ഠരോഗിയായിരുന്നു. അല്ല, അതല്ല, അത് ഈ കഥ തന്നെയാണോ? വേറെ കഥ, വേറൊരു കഥയാണ്. ഈ പിന്നെ ഇപ്പോൾ സാവിത്രി സത്യവാന കൊട്ടയുടെ അടുത്ത് വെച്ച് കൊന്നുകൊണ്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല, നിയമപരമായ തടസ്സങ്ങൾ. പക്ഷെ ഈ കഥയല്ലാതെ മറ്റു വേറൊരു കഥ അങ്ങനെ ഉണ്ടെന്ന്
തോന്നിയിട്ടുണ്ട്. അത് അങ്ങനത്തെ തോന്നലുകൾ കൂടുതൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുഷ്ഠരോഗിയെ കൊട്ടയിൽ ചുമന്നുകൊണ്ട് പോകുന്നത് നളായണിയുടെ കഥയാണെന്ന് തോന്നുന്നു. അതിലിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു കഥയില്ലല്ലോ മാഷ്. വേറെ ഇല്ല. വേറെ ഇല്ലല്ലോ. സത്യവാൻ സാവിത്രി വളരെ വളരെ വ്യത്യസ്തമായ കഥയാണ്. അത് വേറെ ഇതുപോലെ അത് ശിവനിൽ നിന്ന് ആയുസ് കണക്ക് പറഞ്ഞ് മേടിക്കുന്ന കഥയാണ്. സാവിത്രിയെ സംബന്ധിച്ച് ഒരു വലിയ കാവ്യം എഴുതിയിട്ടുണ്ട് അരവിന്ദ മഹർഷി. അത് വേറെ. നളായണിയുടെ കഥ തന്നെ. സത്യവാൻ സാവിത്രിയുടെ കഥയും മഹാഭാരതത്തിലുണ്ട്. ഇപ്രകാരം ഈ നളായണി ഇദ്ദേഹത്തെ ചുമന്ന വേശ്യത്തെരുവിലൂടെ കൊണ്ടുപോയി ഈ ഉദ്ദേശിച്ച വേശ്യയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ട് ഒരുങ്ങി പോരും. പിന്നെ ഇദ്ദേഹത്തിന് ഒഴുകിപ്പോയാൽ മതി. കാരണം ശരീരമൊക്കെ അങ്ങനെ നുറുങ്ങി കണ്ടിച്ചും മുറിഞ്ഞുമൊക്കെ ഇരിക്കുകയാണ്. കൊട്ടയുടെ അകത്തുനിന്ന് തനിയെ ഒഴുകി മറ്റേ ഇവരുടെ വടി കയറിയിരിക്കുക. നമ്മുടെ വേശ്യയുടെ മടിയിൽ ചെന്ന് ഒഴുകി അവിടെ സ്ഥാപിച്ചിരിക്കുക. പിന്നീട് ചെന്നാണ് ഇവരെ സമയം കഴിഞ്ഞോ എന്നറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ഇതിങ്ങനെ വളരെ കാലം തുടർന്നു കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹം എഴുന്നേറ്റ് ഇവരുടെ നിറകയിൽ തലവയ്ക്കുന്നതാണ്, നിറകയിൽ കൈവയ്ക്കുന്നതാണ്, അനുഗ്രഹിക്കുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് വളരെ ഭാസുരമായ രൂപത്തോടു കൂടിയ അതിസുന്ദരനായ ഒരു പുരുഷൻ. അപ്പോഴാണ് നളായണിയെ പരീക്ഷിക്കാൻ വന്നതാ. ഇയാളുടെ കൂടെയാണല്ലോ ഇത്രയും കാലം ജീവിച്ചിരുന്നത് എന്നവർ ആദ്യമായി മനസ്സിലാക്കുകയാണ് ഗന്ധർവൻ. അപ്പോൾ അവർ അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഭർത്താരം ദേഹി എന്ന് പറഞ്ഞു. 5 പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്നാണ്. 6ാമത് പറയാൻ ഞാൻ ഭാഗ്യമായി. അങ്ങനെ 5 പ്രാവശ്യം പറഞ്ഞു. അതങ്ങനെ സംഭവിക്കും. ഇത് കൂടാതെ ഇവർക്ക് ശിവന്റെ വരവുമുണ്ട്. അപ്പോൾ ഈ ശിവന്റെ വരവും ഈ സുന്ദരനായ ഗന്ധർവൻ്റെ ചെയ്ത ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ വേശ്യാഗൃഹ പ്രവേശത്തിൽ ഉള്ള ആസക്തിയും ഉണ്ടായിരുന്നിട്ടും അവർ വേണ്ട വിധത്തിൽ പതിശുശ്രൂഷ ചെയ്തു എന്ന് വളരെ പുരുഷാധിപത്യപരമായ ഒരു രീതിയിലാണ് ആ കഥ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത്. പക്ഷേ അവർ പിന്നീട് പാഞ്ചാലിയായിട്ട് ജനിച്ചപ്പോൾ സ്ത്രീ ആധിപത്യപരമായ രീതിയിലാണ് അവർ ഇവരോടെല്ലാവരോടും പെരുമാറിപ്പോകുന്നുണ്ട്. പാഞ്ചാലി ഒരു സാധാരണ സ്ത്രീയല്ല. തൻ്റെ വ്യക്തിത്വം ഇവരുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള പൊട്ടൻ എന്ന് പല പ്രാവശ്യം ധർമ്മപുത്രനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അതൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും. പക്ഷേ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം പിന്നീട് അദ്ദേഹം മറുപടി പറയുമ്പോൾ താൻ പൊട്ടനല്ല എന്ന് അവർക്ക് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരും ഉണ്ടാതിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചിട്ട് വിമർശിക്കാതിരുന്നിട്ടില്ല. അത്യന്തം സ്വതന്ത്രയാണ്. അപ്പോൾ വിഷയവസ്തുവിലേക്ക് എന്നുവെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുവിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ചെന്ന് പതിക്കുന്നത് പോലെ ലൗകിക ജീവിതത്തെ പ്രമാണമാക്കി ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാത്തരം വിപത്തുകളും ആപത്തുകളും ദുഃഖങ്ങളും യാതനകളുമെല്ലാം ഈ മഹാഭാരതത്തിൻ്റെ വേദാന്തപരമായ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് കറന്നെടുക്കാവുന്നതാണ്.